എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുടുംബത്തിൻ്റെ ആത്മാവിനെ ഏറ്റവും വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന സ്ഥലം പലപ്പോഴും അവരുടെ അടുക്കള തന്നെയാണ്. അവിടെ നിറയുന്ന മണവും ശബ്ദവും ചലനങ്ങളും ആ വീട്ടിലെ ജീവിത രീതിയുടെ പ്രതിഫലനമാണ്. ചില വീടുകളിൽ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ സമാധാനവും ശുചിത്വവും അനുഭവപ്പെടും. ചിലയിടങ്ങളിൽ അലക്ഷ്യവും അസ്വസ്ഥതയും മനസ്സിനെ ബാധിക്കും. ഈ വ്യത്യാസം വെറും വൃത്തിയുടെ കാര്യമല്ല, അവിടെ നിലനിൽക്കുന്ന ഊർജത്തിൻ്റെ വ്യത്യാസവുമാണ്. പണ്ടുകാലത്ത് സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ ഉടൻ വീടും അടുക്കളയും വൃത്തിയാക്കി ദീപം തെളിച്ച് ദിനം ആരംഭിക്കുമായിരുന്നു. കാരണം ഒരു ദിവസത്തിൻ്റെ തുടക്കം എങ്ങനെയാണോ അതിൻ്റെ സ്വാധീനം ആ ദിവസത്തിൻ്റെ മുഴുവൻ സമയത്തും നിലനിൽക്കും എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അടുക്കള പഞ്ചഭൂതങ്ങളുടെ സംഗമ സ്ഥലമാണെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. അഗ്നി, ജലം, വായു, ഭൂമി, ആകാശം എന്നീ 5 ഘടകങ്ങളും ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാണ് അടുക്കള. പാചകത്തിനായി അഗ്നി ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിനും ശുചീകരണത്തിനും ജലം അനിവാര്യമാണ്. വായുസഞ്ചാരമില്ലാതെ അടുക്കള സജീവമാകില്ല. ഭക്ഷ്യധാന്യങ്ങൾ ഭൂമിയുടെ അനുഗ്രഹമാണ്. ഈ എല്ലാം പ്രവർത്തനങ്ങളും ആകാശത്തിൻ്റെ വിശാലതയിൽ ഒന്നിച്ചു ചേരുന്നു. അതിനാൽ അടുക്കള ഒരു സാധാരണ മുറിയല്ല, ജീവന്റെ ചക്രം പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ്. രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയ്ക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് മുതിർന്നവർ പറയാറുണ്ട്. തലേ ദിവസത്തെ കഴുകാത്ത പാത്രങ്ങൾ, ചിതറിക്കിടക്കുന്ന സാധനങ്ങൾ, അസ്വച്ഛമായ അന്തരീക്ഷം എന്നിവ മനസ്സിൽ ഭാരത്വം സൃഷ്ടിക്കും. ഇത് ദിവസത്തിൻ്റെ തുടക്കത്തെ തന്നെ നെഗറ്റീവാക്കാൻ ഇടയാക്കും. അതിനാൽ രാത്രി തന്നെ അടുക്കള വൃത്തിയാക്കി ഉറങ്ങുക എന്നത് വെറും ശുചിത്വ ശീലമല്ല, അത് അടുത്ത ദിവസത്തേക്കുള്ള പോസിറ്റീവ് തുടക്കത്തിനുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ എഴുന്നേറ്റ ശേഷം വൃത്തിയുള്ള അടുക്കള കാണുമ്പോൾ മനസ്സിലൊരു ശാന്തതയും സന്തോഷവും ഉളവാകുന്നു. ആ സന്തോഷം കുടുംബത്തിലെ മറ്റ് അംഗങ്ങളിലേക്കും പകരും. വീട്ടിലെ വാതിലുകളും ജനലുകളും തുറന്ന് വായുസഞ്ചാരം ഉണ്ടാക്കുക എന്ന ശീലം നമ്മുടെ സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. രാത്രിയിലുടനീളം അടഞ്ഞുകിടന്ന വീട്ടിൽ രാവിലെ പ്രകാശവും വായുവും പ്രവേശിക്കുമ്പോൾ അന്തരീക്ഷത്തിനൊരു പുതുമ ലഭിക്കുന്നു. സൂര്യപ്രകാശം വീടിന്റെ കോണുകളിലേക്ക് കടക്കുന്നത് ശുചിത്വത്തിന്റെയും ഉണർവിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അടുക്കളയിൽ ഈ പ്രകാശം ആദ്യം എത്തുമ്പോൾ അവിടെ സജീവത വർദ്ധിക്കും. മനഃശാസ്ത്രപരമായി നോക്കിയാലും പ്രകാശമുള്ള ഇടങ്ങൾ മനുഷ്യന്റെ മനസ്സിനെ ഉന്മേഷവാനാക്കുന്നു. അതുകൊണ്ട് രാവിലെ അടുക്കള തുറന്ന് വായുവും വെളിച്ചവും പ്രവേശിപ്പിക്കുന്നത് ആത്മീയമായും ആരോഗ്യപരമായും ഗുണകരമാണ്. അഗ്നിയെ ദൈവതുല്യമായി കാണുന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. യാഗങ്ങളിലും ഹോമങ്ങളിലും അഗ്നിക്ക് നൽകിയ പ്രാധാന്യം അതിൻ്റെ തെളിവാണ്. പണ്ടുകാലത്ത് അടുപ്പ് കത്തിക്കുന്നതിന് മുൻപ് സ്ത്രീകൾ കൈകൂപ്പി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഗ്യാസ് അടുപ്പായാലും ഇൻഡക്ഷൻ സ്റ്റോവ് ആയാലും ആ മനോഭാവം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. ഭക്ഷണം വെറും വയറു നിറക്കാനുള്ള വസ്തുവല്ല, അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഊർജമാണ്. അതിനാൽ പാചകത്തിൻ്റെ തുടക്കം പ്രാർത്ഥനയോടെയാകുമ്പോൾ അതിന് ഒരു പവിത്രത ലഭിക്കുന്നു. ഒരു നിമിഷം കണ്ണടച്ച് കുടുംബത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുകയും ആ ദിവസത്തെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അന്നപൂർണേശ്വരിയെ സ്മരിക്കുന്ന ശീലം ഭാരതീയ കുടുംബങ്ങളിൽ സാധാരണമായിരുന്നു. അന്നം നൽകുന്ന മാതാവായി ദേവിയെ കാണുന്ന ഈ വിശ്വാസം ഭക്ഷണത്തോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്നു. ഓരോ അരിമണിയും പാഴാക്കരുത് എന്ന് മുതിർന്നവർ പഠിപ്പിച്ചിരുന്നതിൻ്റെ പിന്നിൽ ഇതേ തത്വവുമുണ്ട്. പാചകം ചെയ്യുന്ന സമയത്ത് മന്ത്രങ്ങളോ ഭക്തിഗാനങ്ങളോ കേൾക്കുന്നത് അടുക്കളയിലെ അന്തരീക്ഷത്തെ കൂടുതൽ ശാന്തമാക്കും. സംഗീതം മനുഷ്യന്റെ വികാരങ്ങളെ സ്വാധീനിക്കുന്ന ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ദൈവനാമങ്ങൾ കേൾക്കുന്ന ഇടങ്ങളിൽ മനസ്സിലെ അസ്വസ്ഥതകൾ കുറയാൻ സാധ്യതയുണ്ട്. ജലത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം അളക്കാനാവാത്തതാണ്. വെള്ളമില്ലാതെ ജീവൻ നിലനിൽക്കില്ല. അതുകൊണ്ട് രാവിലെ അടുക്കളയിൽ കയറിയ ഉടൻ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കുക എന്ന ശീലം പല വീടുകളിലും ഉണ്ടായിരുന്നതാണ്. ഇത് സമ്പൂർണതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. നിറഞ്ഞ പാത്രം കുടുംബത്തിലെ സമൃദ്ധിയെയും ഐക്യത്തെയും സൂചിപ്പിക്കുന്നു എന്ന വിശ്വാസവുമുണ്ട്. അതിനൊപ്പം തന്നെ വീട്ടിൽ വെള്ളം സജ്ജമായി സൂക്ഷിക്കുന്നത് പ്രായോഗികമായും നല്ല ശീലമാണ്. ശുചിത്വമുള്ള വെള്ളം ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമാണ്. പാചകം ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവം ഭക്ഷണത്തെ സ്വാധീനിക്കുമെന്ന ആശയം ആത്മീയതയിലും മനഃശാസ്ത്രത്തിലും പ്രധാനമാണ്. ദേഷ്യത്തോടെയും വിഷമത്തോടെയും തയ്യാറാക്കുന്ന ഭക്ഷണം കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെയും ബാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.
മറിച്ച് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും തയ്യാറാക്കുന്ന ഭക്ഷണം കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും. അമ്മയുടെ കൈപുണ്യം എന്ന ആശയം വെറും രുചിയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, അതിൽ സ്നേഹവും കരുതലും ഉൾക്കൊള്ളുന്നു. ഒരേ വിഭവം 2 പേർ തയ്യാറാക്കിയാലും അതിൻ്റെ രുചിയിൽ വ്യത്യാസം തോന്നുന്നതിന് പിന്നിൽ ഈ വികാരപരമായ ഘടകവും പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിലനിർത്തുക എന്നത് ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രസക്തമാണ്. തിരക്കേറിയ ജീവിതം പലരെയും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അത്തരത്തിൽ അടുക്കളയെ ഒരു ശാന്തമായ ഇടമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് കുടുംബത്തിൻ്റെ മാനസികാരോഗ്യത്തിനും ഗുണം ചെയ്യും. ചിലർ പാചകം ചെയ്യുമ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കും, ചിലർ മൗനമായി പ്രാർത്ഥിക്കും, ചിലർ സന്തോഷകരമായ ഓർമ്മകൾ മനസ്സിൽ നിറയ്ക്കും. ഈ ചെറിയ ശീലങ്ങൾ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം നൽകുന്ന ശീലം ഭാരതീയ സംസ്കാരത്തിലെ മഹത്തായ ഒരു മൂല്യമാണ്. രാവിലെ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം പക്ഷികൾക്കോ പശുക്കൾക്കോ നായകൾക്കോ നൽകുന്നത് കരുണയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഒരു ജീവിയുടെ വിശപ്പ് അകറ്റുന്നത് ഏറ്റവും വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ഇതിലൂടെ മനുഷ്യൻ പ്രകൃതിയുമായി ബന്ധപ്പെടുന്നു. ജീവജാലങ്ങളോടുള്ള കരുണ കുട്ടികൾക്കും നല്ല മൂല്യങ്ങൾ പകരുന്നു. സ്വന്തം ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാൻ പഠിപ്പിക്കുന്ന ശീലമാണിത്. ഇത്തരം ശീലങ്ങൾ കുടുംബത്തിൽ ഐക്യം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങളിൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അതുപോലെ തന്നെ സ്നേഹത്തോടെ തയ്യാറാക്കുന്ന ഭക്ഷണം കുടുംബാംഗങ്ങളെ മാനസികമായി അടുപ്പിക്കുന്നു. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണത്തിന്റെ മണമാണ് പലപ്പോഴും വീട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള ആഗ്രഹം മനുഷ്യർക്കുണ്ടാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പലരും സ്വന്തം വീട്ടിലെ ഭക്ഷണത്തെക്കുറിച്ച് വികാരാധീനരാകുന്നത് ഇതുകൊണ്ടാണ്. അടുക്കള വൃത്തിയായി സൂക്ഷിക്കുന്നത് ആരോഗ്യപരമായും അത്യാവശ്യമാണ്. അഴുക്കും ഈർപ്പവും നിറഞ്ഞ ഇടങ്ങളിൽ രോഗാണുക്കൾ വളരാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ ശുചിത്വം വെറും ആത്മീയമായിട്ടുള്ള ഒരു ആശയം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗവുമാണ്. വൃത്തിയുള്ള പാത്രങ്ങൾ, ക്രമപ്പെടുത്തിയ സാധനങ്ങൾ, ശുദ്ധമായ നിലം, വായുസഞ്ചാരമുള്ള അന്തരീക്ഷം എന്നിവ വീട്ടിലെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവർക്കും അടുക്കളയുടെ ഉത്തരവാദിത്വം പങ്കിടേണ്ടത് അത്യാവശ്യമാണ്. രാവിലെ അടുക്കളയിൽ ദീപം തെളിയിക്കുന്ന ശീലം ചില വീടുകളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രകാശം അറിവിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ്. ദീപം തെളിയിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആത്മീയ അനുഭവം ദിനത്തെ കൂടുതൽ പോസിറ്റീവാക്കുന്നു. വീട്ടിൽ ചെറിയൊരു ദീപം പോലും തെളിയുമ്പോൾ അവിടെ ഒരു ശാന്തത അനുഭവപ്പെടും. ഇത് മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അടുക്കളയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. പാചകം ചെയ്യുന്ന സമയത്ത് വഴക്കിടുകയോ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്ന് മുതിർന്നവർ ഉപദേശിക്കാറുണ്ട്. കാരണം നെഗറ്റീവ് ശബ്ദങ്ങളും വികാരങ്ങളും അന്തരീക്ഷത്തെ ബാധിക്കും. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കുന്ന വീടുകളിൽ കുട്ടികൾക്കും അതേ സ്വഭാവം വളരും. അതിനാൽ അടുക്കള കുടുംബത്തിൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ഇടമായി മാറുന്നു. പഴയ കാലത്ത് വീടുകളിൽ രാവിലെ ആദ്യമായി തയ്യാറാക്കുന്ന ഭക്ഷണം ദൈവത്തിന് സമർപ്പിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഇത് നന്ദിയുടെ പ്രതീകമാണ്. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയാൻ പഠിക്കണമെന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. നന്ദിയുള്ള മനസ്സ് കൂടുതൽ സന്തോഷം നൽകുന്നു എന്ന് ആധുനിക മനഃശാസ്ത്രവും വ്യക്തമാക്കുന്നു. അടുക്കളയിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും പരിഗണിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലി ചെയ്യുന്നു. അതിനാൽ അടുക്കളയുടെ ഉത്തരവാദിത്വം ഒരാളിൽ മാത്രം ചുമത്തരുത്. കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് പാചകവും വൃത്തിയും പങ്കുവെക്കുമ്പോൾ വീട്ടിൽ കൂടുതൽ ഐക്യം വളരും. ആത്മീയത എന്നത് ഒരാളുടെ മേൽ ഭാരമിടുന്നതല്ല, മറിച്ച് എല്ലാവരുടെയും സ്നേഹത്തിലും സഹകരണത്തിലും ബന്ധിപ്പിക്കുന്ന ശക്തിയാണ്. അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും സ്വാധീനിക്കുന്നു. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തോടുള്ള അടുപ്പം മനുഷ്യൻ്റെ വികാര ജീവിതത്തിൻ്റെ ഭാഗമാണ്. അമ്മയുടെ കൈപുണ്യത്തോട് ആളുകൾക്കുണ്ടാകുന്ന സ്നേഹം അതിൻ്റെ ഉദാഹരണമാണ്. ഭക്ഷണത്തിൽ സ്നേഹം കലരുമ്പോൾ അത് വെറും വിഭവമല്ല, ഒരു അനുഭവമായി മാറുന്നു. വീട്ടിലെ സമാധാനവും അടുക്കളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാചക സമയത്തുണ്ടാകുന്ന സമ്മർദ്ദം പലപ്പോഴും കുടുംബത്തിലെ അസ്വസ്ഥതകളിലേക്ക് നയിക്കും. അതിനാൽ ജോലികളെ ക്രമീകരിച്ച് സന്തോഷത്തോടെ പാചകം ചെയ്യാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണ്. ചെറിയ സഹായങ്ങൾ പോലും സ്ത്രീകളുടെ മാനസിക ഭാരം കുറയ്ക്കും. ഇതിലൂടെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും. ഭക്ഷണത്തിന്റെ ഒരു ഭാഗം പങ്കിടുക എന്ന ശീലം മനുഷ്യനെ ദാനത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്നു. ദാനം പണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു പിടി അരി പോലും പങ്കിടാൻ കഴിയുന്ന മനസ്സാണ് യഥാർത്ഥ സമ്പത്ത്. പക്ഷികൾക്ക് ധാന്യം വിതറുമ്പോൾ കുട്ടികളിൽ കരുണ വളരുന്നു.
മൃഗങ്ങൾക്ക് വെള്ളം നൽകുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു. ഇന്നത്തെ കാലത്ത് പലരും ആത്മീയതയെ വെറും ക്ഷേത്രങ്ങളിലോ പൂജകളിലോ മാത്രം ഒതുക്കുന്നു. എന്നാൽ യഥാർത്ഥ ആത്മീയത ദിനചര്യയിലെ ചെറിയ ശീലങ്ങളിലാണ്. വൃത്തിയായി ജീവിക്കുക, നന്ദിയോടെ ഭക്ഷണം കഴിക്കുക, മറ്റുള്ളവരുമായി പങ്കിടുക, സ്നേഹത്തോടെ സംസാരിക്കുക, പ്രാർത്ഥനയോടെ ദിനം ആരംഭിക്കുക എന്നീ കാര്യങ്ങളാണ് ജീവിതത്തെ സമ്പന്നമാക്കുന്നത്. അടുക്കള ഈ മൂല്യങ്ങൾ അഭ്യസിക്കുന്ന ആദ്യ സ്ഥലമാണ്. ഒരു കുടുംബത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ജീവിത പാഠങ്ങൾ പഠിക്കുന്നത് വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്നാണ്. മാതാപിതാക്കൾ അടുക്കളയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടാണ് കുട്ടികളും ശീലങ്ങൾ രൂപപ്പെടുത്തുന്നത്. വൃത്തിയും ക്രമവും പങ്കിടലും നന്ദിയും കരുണയും അവർ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അടുക്കള ഒരു വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയാണ്. ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്ന ശീലം ഇന്നത്തെ ലോകത്തിൽ വളരെ പ്രധാനമാണ്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ വിശപ്പനുഭവിക്കുമ്പോഴും ഭക്ഷണം പാഴാക്കുന്നത് വലിയ ഉത്തരവാദിത്തക്കുറവാണ്. അന്നത്തെ ദൈവതുല്യമായി കാണുന്ന സംസ്കാരം ഭക്ഷണത്തെ ആദരിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നു. ഇത് പരിസ്ഥിതി സംരക്ഷണത്തിനും സഹായകരമാണ്. രാവിലെ അടുക്കളയിൽ ഒരു നിമിഷം നിശബ്ദമായി നിൽക്കുകയും കുടുംബത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മനസ്സിന് ശക്തി നൽകുന്നു. ആ ചെറിയ നിമിഷം ജീവിതത്തിന്റെ തിരക്കിൽ മനുഷ്യനെ ആത്മീയമായി ബന്ധിപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇത്തരത്തിൽ തുടങ്ങുമ്പോൾ മനസ്സിന് പ്രത്യാശ വളരുന്നു. അടുക്കളയിൽ നിന്നുള്ള സുഗന്ധം പലപ്പോഴും കുടുംബസ്മരണകളുടെ ഭാഗമാകുന്നു. ബാല്യകാല ഓർമ്മകളിൽ അമ്മ പാകം ചെയ്ത ഭക്ഷണത്തിന്റെ മണവും അടുക്കളയിലെ ചലനങ്ങളും വലിയ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അടുക്കള വെറും ഭക്ഷണം തയ്യാറാക്കുന്ന ഇടമല്ല, കുടുംബചരിത്രം രൂപപ്പെടുന്ന ഇടവുമാണ്. ജീവിതത്തിൽ യഥാർത്ഥ ഐശ്വര്യം എന്താണ് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ഉണ്ടാകാം. ചിലർ പണത്തെ സമ്പത്തായി കാണും, ചിലർ അധികാരത്തെ വിജയമായി കരുതും. എന്നാൽ ആരോഗ്യവും സന്തോഷവും സ്നേഹവും സമാധാനവും ഇല്ലെങ്കിൽ ഇവയൊന്നും ജീവിതത്തെ സമ്പൂർണ്ണമാക്കില്ല. ഒരു കുടുംബം ഒരുമിച്ച് ചിരിച്ചും സന്തോഷത്തോടെയും ഭക്ഷണം കഴിച്ചും ജീവിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ സമ്പത്ത്. ആ സമ്പത്തിന്റെ അടിസ്ഥാനം പലപ്പോഴും അടുക്കളയിലാണ് രൂപപ്പെടുന്നത്. അടുക്കളയെക്കുറിച്ചുള്ള പാരമ്പര്യ വിശ്വാസങ്ങളും ശീലങ്ങളും വെറും അന്ധവിശ്വാസങ്ങളായി തള്ളിക്കളയാനാവില്ല. അവയുടെ പിന്നിൽ ആരോഗ്യപരവും മാനസികവും ആത്മീയപരവുമായിട്ടുള്ള ബന്ധങ്ങൾ, ആഴത്തിലുള്ള ജീവിത ബോധവുമുണ്ട്. രാവിലെ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട ചെറിയ ശീലങ്ങൾ പോലും കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ സ്വാധീനിക്കാൻ കഴിവുള്ളവയാണ്. വൃത്തിയുള്ള അടുക്കള മനസ്സിന് ശാന്തി നൽകുന്നു. പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ദിനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സ്നേഹത്തോടെ തയ്യാറാക്കുന്ന ഭക്ഷണം കുടുംബ ബന്ധങ്ങളെ ശക്തമാക്കുന്നു. ജീവജാലങ്ങളുമായി പങ്കിടുന്ന ഭക്ഷണം മനുഷ്യനെ കരുണയുള്ളവനാക്കുന്നു. ഇന്നത്തെ വേഗതയേറിയ ജീവിതത്തിൽ മനുഷ്യർ പലപ്പോഴും മാനസിക സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. അത്തരത്തിൽ വീട്ടിലെ അടുക്കളയെ ഒരു പോസിറ്റീവ് ഊർജ്ജ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ അത് കുടുംബത്തിന്റെ സന്തോഷത്തിന് വലിയ സഹായകമാകും. അടുക്കളയിൽ നിറയുന്ന സ്നേഹവും വൃത്തിയും പ്രാർത്ഥനയും നന്ദിയും ഒരു വീടിന്റെ ആത്മാവിനെ രൂപപ്പെടുത്തുന്നു. പണം മാത്രം ജീവിതത്തെ സമ്പന്നമാക്കില്ല, മറിച്ച് ആരോഗ്യവും സമാധാനവും സന്തോഷവും സ്നേഹവുമാണ് യഥാർത്ഥ ഐശ്വര്യം എന്ന തിരിച്ചറിവ് ഈ ചിന്തകൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ അതിനെ വെറും ഒരു ജോലി തുടങ്ങുന്ന നിമിഷമായി കാണാതെ കുടുംബത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധമായ തുടക്കമായി കാണേണ്ടതാണ്. അങ്ങനെ ജീവിതത്തെ സമീപിക്കുമ്പോൾ വീട്ടിൽ സമാധാനവും ഐക്യവും അനുഗ്രഹവും വർദ്ധിക്കും. ചെറിയ ശീലങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവയാണ് എന്ന സത്യത്തെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ സന്ദേശമാണ് ഈ ആശയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും എന്നെന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.